അങ്ങനെ രണ്ടാം ഭാഗത്തിലോട്ട് പോവുകയാണ് ഞങ്ങൾ കേട്ടോ. മൂകാംബി ക്ഷേത്രത്തിൽ വെച്ച് വിദ്യാർത്ഥികളായ എല്ലാ കുട്ടികളും എഴുത്തിനിരുന്നു. അതിനുശേഷം ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൽ എല്ലാവരും യാത്ര തുടങ്ങി. പാട്ടും കവിതയും അങ്ങനെ ആഘോഷപരമായി വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം നേരെ മുരുടേശ്വര ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ദീപനാളം കണ്ടു പായും പാളികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലലിഞ്ഞിടല്ലുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. 1:30 മണിവരെ മാത്രമേ അവിടെ ദർശനം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ എല്ലായിടവും ഓടി നടന്ന് കാണുകയായിരുന്നു. ഗുഹയ്ക്കകത്തൊക്കെ കയറി ഗുഹയ്ക്കകത്തുള്ള തണുപ്പ് എന്തൊരു സുഖമായിരുന്നു. അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി അമ്പലത്തിനകത്തോട്ട് പോയി. അമ്പലത്തിൻ്റെ പുറഭാഗത്തൊക്കെ എന്തൊരു കാഴ്ചകളാണുള്ള. സ്വർഗലോകത്ത് പോയതുപോലെ ആയിരുന്നു. കടൽ തീരമാണെങ്കിൽ കാണേണ്ടത് തന്നെ ആയിരുന്നു. അമ്പലത്തിൻ്റെ പല ഭാഗത്തായി നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഊട്ടുപുരയിലോട്ട് പോയി പ്രസാദം കഴിക്കാൻ പോയി. അവിടുത്തെ പ്രസാദം ഒന്ന് കഴിക്കേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഉടുപ്പി ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴോ എന്തോ ഒരു തിരക്ക്. എങ്ങനെ അകത്ത് കയറുമെന്ന് ഞങ്ങൾ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് വരെ ഉണ്ടായിരുന്നു. 200 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ എളുപ്പത്തിൽ ദർശനം നടത്താൻ കഴിയുമായിരുന്നു. കുറച്ചു പേരൊക്കെ നടക്കാൻ സാധിക്കാത്തവരുണ്ടായിരുന്നു. അവരൊക്കെ ടിക്കറ്റ് എടുത്ത് ഭഗവാനെ തൊഴാൻ പോയി. ക്യൂവിൽ നിന്ന് എല്ലാവരും തളർന്ന് ഇരിക്കാനും തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഭഗവാന്റെ ദർശനത്തിനായി എത്തി. ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നെന്നോ എല്ലാവരുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ നിന്നും കുറച്ച് സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. എല്ലാ ദർശനവും കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിൻ കയറി നാട്ടിലേക്ക് തിരിച്ചു. ട്രെയിൻ കയറിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായി ഇരുന്ന് പല കളികളങ്ങ് ആരംഭിച്ചു. എന്തോ ഒരു സന്തോഷമായിരുന്നോ കുട്ടികളുടെയൊക്കെ മുഖത്ത്. അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയേണ്ടതായിരുന്നു. വീണ്ടും അടുത്തൊരു ടൂറ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് എല്ലാവരും പിരിഞ്ഞത്. എന്താ ടൂർ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.